കൂടെ പ്രമേയുഗം പോലൊരു സിനിമ, ഇയോബിന്റെ പുസ്തകം പോലൊരു സിനിമ ഒക്കെ ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. ഞാനിപ്പോ ഇയോബിന്റെ പുസ്തകം ഒഴിവായത് ആം ടോണി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ 2 സിനിമയും കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ 2 പേർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ എന്റെ ഒരു സെൽഫിഷ്നെസ് കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. പിന്നെ അത് ഹിറ്റ് ആവും എന്ന് ഉറപ്പുള്ള സിനിമകൾ മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറ്. ഇനി അങ്ങനെ മിസ്സാവാതെ നോക്കാം. പക്ഷെ ഇക്കപ്പതിൽ ചെയ്തിട്ടുള്ളതില് ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും അതെടുക്കുന്നത് അതിന് താഴെയുള്ള സിനിമകളാണ്. അപ്പൊ ഇനി അങ്ങനെ നമ്മള് അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മൾ ഫാൻസിന് ആഗ്രഹം. എല്ലാ ചോദ്യവും പേര് എഴുതിയിട്ടുണ്ട്. ആ അരി നമ്മുടെ വായി തന്നെ വരും. 2024 എനിക്ക് ഇക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ലെവൽ ക്രോസ് ആണ്. ഓ താങ്ക് യു. കിഷ്കിന്ധാഖണ്ഡത്തിനേക്കാൾ ലെവൽ ക്രോസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നറിയോ? അഡിയോസ് അമീഗോ. അത് ഞാൻ ഒത്തിരി ആസ്വദിച്ച ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും അഡിയോസ് അമീഗോ ആണ്. താങ്ക് യു. ഭാരത് മാതയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ സമയമാണെങ്കിൽ പോയിക്കോണേ. കോളേജിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെന്താ പറയാൻ തന്തവൈബ് അല്ലെങ്കിൽ ഇപ്പൊ അതിന് നേരെ നമ്മൾ തിരിച്ചിടും. വൈബ് തന്നാന്ന് നമ്മൾ പറയാറുണ്ട്. എനിവേ ഇനി എന്തായാലും